ഹായ് ഗൈസ്, നമുക്കിന്നൊരു ചന മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് പെരുംജീരകം ഇട്ട് കൊടുക്കാം. കടുകിടത്തില്ല, പെരുംജീരകമാണ് ഇടുന്നത്. പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പെരുംജീരകം ഒന്ന് മൂത്ത പിറകെ നമുക്ക് ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുക. ഇപ്പോൾ ആ ക്വാണ്ടിറ്റി അല്ല, അവരവരുടെ ആവശ്യത്തിന് എത്ര വേണോ നമുക്ക് അത്രയും എടുക്കാം. വേണമെങ്കിൽ നമുക്ക് അരച്ചും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സിക്കകത്തിട്ട് അരച്ച് അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ മസാല എല്ലാം പെട്ടെന്ന് റെഡിയായി കിട്ടും. നമുക്ക് ഉള്ളി അരച്ചെടുക്കുവാണെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മൾ ഇങ്ങനെ എണ്ണ ഒഴിച്ച് പെരുംജീരകം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്താൽ, ഉള്ളി അരച്ച പേസ്റ്റ് ഇട്ട് കൊടുത്താൽ പെട്ടെന്നായി കിട്ടും. ആ പച്ചമണം ഒന്ന് പോകുന്നിടം വരെ നമ്മൾ വഴറ്റി കൊടുത്ത് വെച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉള്ളി ഇട്ട് വെച്ച് ഉള്ളി നന്നായിട്ട് മൂക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു ശകലം ഉപ്പും കൂടി ഇടാം. നമ്മൾ കടലയ്ക്ക് ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത്. നമ്മുടെ ഉള്ളി ഇവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പേസ്റ്റാണ് ചേർക്കുന്നത്. അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഉള്ളിയെല്ലാം ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി, ഞാനൊരു 1/4 കിലോയിൽ കൂടുതൽ കടല എടുത്തിട്ടുണ്ട്. അപ്പം ഇച്ചിരി എരിവിനേറെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഇച്ചിരി കൂടുതലിടണം. നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ എന്തുവാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് നമ്മൾ 3 തക്കാളി ഞാൻ എടുത്ത് വേവിച്ച് അരച്ചെടുത്തതാണ്. അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി, പച്ചത്തക്കാളി നമ്മൾ അരച്ച് ചേർക്കുകയാണെങ്കിൽ, നമ്മൾ അല്ല അരിഞ്ഞിടുകയാണെങ്കിൽ അതൊക്കെ വഴറ്റാൻ ഒത്തിരി സമയം എടുക്കും. ഇത് വേറൊരു മെത്തേഡാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് നമ്മളിതൊന്ന് വഴറ്റിയിട്ട് ഇനി നമ്മൾ കടല വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. ആ തക്കാളിയുടെ നല്ലൊരു മണമാണിപ്പോൾ വരുന്നത്. ഇനി നമുക്കിതിനകത്തോട്ട് ആ കടല വേവിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ കടല വേവിച്ച വെള്ളം ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ ഇതായില്ല, അതുകൊണ്ടാണ്. ഇത് നന്നായി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിനകത്തോട്ട് ഇനി നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കണം. ഗരം മസാല നമ്മുടെ ആവശ്യത്തിന് എത്ര വേണോ അത്ര ഇട്ട് കൊടുക്കാം.
ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഞാൻ ഉപ്പ് കുറച്ചായിരുന്നു ഇട്ടത്. ശകലം കൂടെ നമുക്ക് ഉപ്പ് ഇട്ടേച്ച് പിന്നെ നമുക്ക് നോക്കിയിട്ടിടാം. ഇപ്പം നമ്മുടെ മസാല എല്ലാം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ കടല ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചൊന്ന് തിളയ്ക്കണം, നന്നായിട്ട് തിളയ്ക്കണം. ആ കറി ഒന്ന് ഗട്ടിയാകാൻ വേണ്ടി നമ്മൾ ഈ കടല, നമ്മൾ വേവിച്ച് വെച്ച കടലയുണ്ടല്ലോ, ആ കടലയിൽ നിന്ന് ശകലം എടുത്ത് അരച്ച് മിക്സി ജാറിനകത്തിട്ട് അരച്ച് അത് ഇതിനകത്തോട്ട് വയ്ക്കണം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്. അതാണിപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത്. അങ്ങനെ നമ്മുടെ ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചപ്പാത്തിക്കും പൂരിക്കും എല്ലാം അടിപൊളിയാണ്. ചോറിനും ദോശയ്ക്കും എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. കറിവേപ്പില നമ്മൾ കടു വറുക്കുമ്പോൾ കറിവേപ്പില ഇടത്തില്ല, പച്ചക്കറിവേപ്പില അങ്ങനെ എടുത്ത് വെക്കും. ഇവിടെ മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.